നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പരിഹാര പ്രദക്ഷിണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ സ്മരണയിൽ കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ദേവാലയത്തിൽ ദുഃഖവെള്ളി പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. രാവിലെ പീഡാനുഭവ വായനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായി. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ മുഖ്യ കാർമ്മികനായി. കൈക്കാരന്മാരായ NJ ജെയ്മോൻ, KJ ജെയ്സൺ, ജോസ് കിരൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പീഡാനുഭവ വായനയും ജീവകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായി. വികാരി ഫാദർ തോമസ് ടൂണ്ടൽ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ KF ഷാജു, MV ഡൊമിനിക്, KP ഷാജി എന്നിവർ നേതൃത്വം നൽകി. ഉച്ചതിരിഞ്ഞ് 4:30 കുരിശിന്റെ വഴി നഗരി കാണിക്കൽ പ്രദക്ഷിണം നടന്നു. ദുഃഖശനിയിലെ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പീഡാനുഭവ ചരിത്രവായന, ക്രൂശിത രൂപം ചായ്ക്കൽ, ക്രൂശിത രൂപത്തിൽ ചുംബിക്കൽ, ദിവ്യകാരുണ്യ ആരാധന, പ്രദക്ഷിണം, കയ്പനീര് കുടിക്കൽ തുടങ്ങിയ ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടന്നു. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പിള്ളി എന്നിവർ ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ ബെഞ്ചമിൻ OIC നേതൃത്വം നൽകി. രാവിലെ 8:30 പ്രഭാത നമസ്കാരത്തോടെ തുടങ്ങിയ ശുശ്രൂഷകൾ പ്രദക്ഷിണം, ഉച്ചനമസ്കാരം, സ്ലീബാവന്ദനവ്, സ്ലീബ ആരാധന, കബറടക്കം എന്നിവയോടെ അവസാനിച്ചു. വിശ്വാസികൾക്ക് നേർച്ചയുമുണ്ടായിരുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷകൾ സമാപിച്ചു. വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി കശീശ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8 പ്രഭാത പ്രാർത്ഥനയും 3 മണി പ്രാർത്ഥനയും തുടർന്ന് സെഹിയോൻ കോട്ടയിൽ നിന്നും കുരിശും തോളിൽ വഹിച്ച് യേശുക്രിസ്തുവിനെ യഹൂദന്മാർ നടത്തിയതിനെ അനുസ്മരിച്ച് പള്ളിയുടെ തെക്കുവശത്തെ കവാടത്തിലൂടെ പ്രദക്ഷിണം നടത്തി പള്ളിക്ക് ചുറ്റും വലയം വെച്ചു. തുടർന്ന് 6 മണി പ്രാർത്ഥനയും 9 മണി പ്രാർത്ഥനയും നടത്തി. തുടർന്ന് സ്ലീബ വന്ദനത്തിന്റെ ക്രമം ആരംഭിച്ചു. ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ശരീരം കല്ലറയിലേക്ക് കബറടക്കുവാൻ കൊണ്ടുപോയതിനെ അനുസ്മരിച്ച് പള്ളിക്ക് ചുറ്റും ശുശ്രൂഷകരും വൈദികരും പ്രദക്ഷിണം നടത്തി. വിശുദ്ധ മദ്ബാഹയിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ സ്ലീബ ആഘോഷം നടത്തി. കുരിശിന്മേൽ കിടന്ന യേശുക്രിസ്തുവിനെ കയ്പുനീർ കൊടുത്തതിനെ ആവിഷ്കരിച്ച് വിശ്വാസികളെല്ലാവരും കയ്പുനീർ നൽകി. തുടർന്ന് കഞ്ഞിയും കടലയും കടുമാങ്ങയും വിതരണം ചെയ്തു. ശുശ്രൂഷകൾക്ക് കൈക്കാരൻ KJ സോജൻ, സെക്രട്ടറി ഷൈജു ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ പെസഹ ആചരിച്ചു. രാവിലെ 6 മണിക്ക് കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഉണ്ടായി. ഉച്ചയ്ക്ക് 2:30 9 മണിയുടെ നമസ്കാരവും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം പെസഹ ഊട്ടുമുണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദികരായ ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ പ്രിൻസൈ കോലാടി, ഫാദർ ഗീവർഗീസ് ചെമ്മണൂർ, ഫാദർ തോമസ് കുര്യൻ, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ സ്കറിയ ചീരൻ, ഫാദർ അപ്രേം അന്തിക്കാട്, ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പിള്ളി, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വികാരി ഫാദർ വർഗീസ് വാഴപ്പിള്ളി, സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ റിജു ചെമ്മണ്ണൂർ എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. കൊരട്ടിക്കര മാർ കുർലോസ് പള്ളിയിൽ കഷ്ടാനുഭവ ആഴ്ചയോടനുബന്ധിച്ച് സ്ത്രീ സമാജത്തിന്റെ നേതൃത്വത്തിൽ ധ്യാനയോഗം നടത്തി. തൊഴിയൂർ ഇടവക സുവിശേഷകൻ ചാൾസ് KK, CT പാപ്പച്ചൻ ചാലിശ്ശേരി, വനിതാ സമാജ സെക്രട്ടറി ബീന ഡേവിസ് എന്നിവർ വചന പ്രഘോഷണം നടത്തി. പെസഹ വ്യാഴം രാത്രി സന്ധ്യാ നമസ്കാരത്തിനു ശേഷം വേദവായന, പുത്തൻപാനയും നടത്തി. വികാരി ഫാദർ മൈക്കിൾ ഗീവർഗീസ് നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള അറയ്ക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പ്രാർത്ഥന നടത്തി. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ പ്രാർത്ഥനയും വചന സന്ദേശവും നൽകി. വിശ്വാസികൾ വേദവായനയും പുത്തൻപാന ഗീതങ്ങളും ആലപിച്ചു. നേർച്ച വിതരണവും ഉണ്ടായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. വെള്ളിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയോടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജയേഷ് ജേക്കബ് സഹകാർമ്മികത്വം വഹിച്ചു. 3 മണി നമസ്കാരത്തിനു ശേഷം പടയാളികൾ യേശുവിനെ കുരിശും ചുമന്ന് ഗാഗുൽത്ത മലയിലേക്ക് നടത്തിക്കൊണ്ടുപോയതിനെ അനുസ്മരിച്ച് വികാരി സ്ലീബ വഹിച്ച് പള്ളിക്കു ചുറ്റും പ്രദക്ഷിണം നടത്തി. മദ്ബഹ ശുശ്രൂഷകരും ഇടവക വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. 6 മണി 9 മണി നമസ്കാരത്തിനു ശേഷം ഫാദർ ജയേഷ് ജേക്കബ് ദുഃഖവെള്ളിയാഴ്ച അനുസ്മരണ സന്ദേശം നൽകി. തുടർന്ന് സ്ലീബ വന്ദനത്തിന്റെ പ്രാർത്ഥന തുടങ്ങി. പഴമ വായന, സ്ലീഹ വായന, ഏവൻഗേലിയൻ വായന എന്നിവയ്ക്ക് ശേഷം വികാരിയും മദ്ബഹ ശുശ്രൂഷകരും സ്ലീബായെ ധൂപാർപ്പണം നടത്തി. എല്ലാ വിശ്വാസികളും സ്ലീബ വന്ദനം നടത്തി. ഞങ്ങളുടെ ആത്മാക്കൾക്ക് രക്ഷയുണ്ടാക്കിയെന്ന സ്ലീബായെ ഞങ്ങൾ വന്ദിക്കുന്നു.
മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ എന്ന് വിശ്വാസികൾ പ്രതിവാക്യമായി ഏറ്റുചൊല്ലി. ക്രിസ്തുവിന്റെ ശരീരം കുരിശിൽ നിന്നും ഇറക്കി യേശുവിനെ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുന്നതിനെ സ്മരിച്ച് നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിൽ വെള്ളിക്കുരിശുകൾ വഹിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും സ്ലീബാഘോഷം നടത്തി. മാലാഖമാരുടെ സ്തുതിപ്പിനു ശേഷം വിശ്വാസ പ്രമാണത്തോടുകൂടി ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ സമാപിച്ചു. പങ്കെടുത്ത വിശ്വാസികളെല്ലാവരും യേശുക്രിസ്തുവിന് ദാഹിച്ചപ്പോൾ കയ്പുകാട്ടിയും നൽകിയതിനെ അനുസ്മരിച്ച് എല്ലാവരും കയ്പുനീരും ഭക്ഷിച്ചു. കഞ്ഞിയും കടുമാങ്ങ നേർച്ചയും ഉണ്ടായി. ശനിയാഴ്ച രാത്രി 8-ന് ഈസ്റ്റർ ശുശ്രൂഷകൾ ആരംഭിക്കും. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി PC താരുകുട്ടി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ നേതൃത്വം നൽകി. വലിയ വെള്ളിയാഴ്ചയിലെ യാമപ്രാർത്ഥനകളും സ്ലീഭാരാധന, സ്ലീഭാവന്ദനവ്, പ്രദക്ഷിണം, കബറടക്കം എന്നിവയുമുണ്ടായി. ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രത്യേകതയായ കയ്പുനീരും കടുമാങ്ങ നേർച്ചയും ഉണ്ടായിരുന്നു. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ VM സാമുവേൽ കാർമ്മികനായി. കുരിശു വഹിച്ചുകൊണ്ട് ഗോകുൽത്ത മലയിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ യാത്രയെ അനുസ്മരിക്കുന്ന ദേവാലയത്തിന് ചുറ്റുമുള്ള 1-ാം പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പിന്നീട് കബറടക്കം അനുസ്മരിക്കുന്ന 2-ാം പ്രദക്ഷിണം പള്ളിക്കകത്ത് നടന്നു. മോഹൻ നുക്രു ദുഃഖവെള്ളിയാഴ്ചയുടെ സന്ദേശം നൽകി. സ്നേഹവിരുന്നോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. ട്രസ്റ്റി CT കൊച്ചി മാത്യു, സെക്രട്ടറി വിനോയ് ചാക്കോ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിലുള്ള കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥനയോടെയാണ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. 3-ാം മണി നമസ്കാരത്തിന് ശേഷം പടയാളികൾ യേശുവിനെ കുരിശും ചുമന്ന ഗാഗുൽത്ത മലയിലേക്ക് നടത്തിക്കൊണ്ടുപോയതിനെ അനുസ്മരിച്ച ഇടവക വികാരി ഫാദർ പ്രിൻസൈ കോലാഡിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷകർ പള്ളിക്കകത്ത് ആദ്യത്തെ പ്രദക്ഷിണം നടത്തി. 6-ാം മണി 9-ാം മണി നമസ്കാരത്തിന് ശേഷം സ്ലീഭാവന്ദനം നടന്നു. ക്രിസ്തുവിന്റെ ശരീരം കുരിശിൽ നിന്നും ഇറക്കി കബറടക്കാൻ കൊണ്ടുപോകുന്നതിനെ അനുസ്മരിച്ച 2-ാമത്തെ പ്രദക്ഷിണം നടത്തി. സ്ലീബാഘോഷ ശേഷം കബറടക്ക ശുശ്രൂഷയുമുണ്ടായി. മാലാഖമാരുടെ സ്തുതിപ്പ്, വിശ്വാസ പ്രമാണത്തോടുകൂടി ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ സമാപിച്ചു. ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസൈ കോലാടി, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൻ, ഇടവക കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. കോട്ടൂൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ ജിജോ പീറ്റർ കാക്കശ്ശേരി നേതൃത്വം നൽകി. രാവിലെ 8:30-ന് പ്രഭാത നമസ്കാരത്തോടെ തുടങ്ങിയ ശുശ്രൂഷകൾ പ്രദക്ഷിണം, സ്ലീഭാവന്ദനവ്, സ്ലീഭാ ആരാധന, കബറടക്കം എന്നിവയോടെ സമാപിച്ചു. കൊരട്ടിക്കര മോർ കൂറിലോസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥനയോടെ ദുഃഖവെള്ളി ആചരണം ആരംഭിച്ചു. 3-ാം മണി, 6-ാം മണി നമസ്കാരം, 9-ാം മണി നമസ്കാരം, അനുസ്മരണ സന്ദേശം എന്നിവയും സ്ലീബ വഹിച്ച് പ്രദക്ഷിണവും നടത്തി. സ്ലീബാവന്ദനവും സ്ലീബ ആഘോഷവും കബറടക്കവും ഉണ്ടായി. വികാരി ഫാദർ മൈക്കിൾ ഗീവർഗീസ് കാർമ്മികനായി. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് പ്രധാന കാർമ്മികനായി. അമേരിക്ക ഈസ്റ്റ് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഫാദർ സിറിൽ ദേവി സഹകാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണം, വചനപ്രഘോഷണം, കബറടക്ക ശുശ്രൂഷ എന്നിവയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് കഞ്ഞിയും കടുമാങ്ങ നേർച്ചയും നടത്തി. പരിപാടികൾക്ക് കൈസ്ഥാനി CC ജോയ്സ്, സെക്രട്ടറി വിനീത് K ബാബു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സക്കറിയ കൊളനൂർ, സഹവികാരി ഫാദർ തോമസ് ചാണ്ടി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഫാദർ കുര്യാക്കോസ് ജോൺസൺ കാർമ്മികനായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പോർക്കുളം മാർ ആദായ സ്ലീഹ പള്ളിയിൽ വികാരി ഫാദർ തോമസ് കുര്യൻ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ഭാഗമായുള്ള ശുശ്രൂഷകൾക്ക് ഫാദർ ഷിജു കാട്ടിൽ മുഖ്യ കാർമ്മികനായി. കൈസ്ഥാനി ഷെറിൻ പോൾ, സെക്രട്ടറി ലിജോ തോലത്ത്, മറ്റ് കമ്മിറ്റി മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. പുലർച്ചെ 5 മണിക്ക് നമസ്കാരം, രാവിലെ 8:30-ന് ബരഭാത് നമസ്കാരം, തുടർന്ന് ദുഃഖവെള്ളി ശുശ്രൂഷകളുണ്ടായി. വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും രാത്രി 8-ന് സൂത്താറ നമസ്കാരവും നടന്നു. ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ പുലിക്കോട്ടിൽ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പോലീത്ത കാർമ്മികത്വം വഹിച്ചു. വികാരി പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ, സഹവികാരി ഫാദർ ലൂക്ക് ബാബു, ട്രസ്റ്റി K സക്കറിയ, സെക്രട്ടറി കുഞ്ഞുമോൻ K ജേക്കബ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിൽ കർത്താവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ 9 മണിയോടെ യാമപ്രാർത്ഥനകൾ ആരംഭിച്ചു. തുടർന്ന് 1:30-ന് കബറടക്ക ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്ന് സ്ലീഭാവന്ദനവും ഉണ്ടായി. ശുശ്രൂഷകൾക്ക് സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ റിജു ചെമ്മണ്ണൂർ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കുരിശിൽ മരിച്ചവനേ
മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി നടന്ന പരിഹാര പ്രദക്ഷിണം ഭക്തി നിർഭരമായി. വൈകിട്ട് 4:30 ഇടവകയിലെ വിവിധ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ പരിഹാര പ്രദക്ഷിണം നടന്നു. ഇടവക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ചു. ഫാദർ ആൽവിൻ ഞെഴുക്കൻ പീഡാനുഭവ സന്ദേശം നൽകി. പരിഹാര പ്രദക്ഷിണത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTVയെ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.